ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിലുള്ള ഒരു ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണം. എന്നാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനിതാ മന്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. 2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് വലുതാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ബീഫ് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ എന്താ അടുപ്പിലേക്ക് ഇതുപോലെ ഒരു കുക്കറിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 ലിറ്ററിന്റെ പ്രഷർ കുക്കറിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളകും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറെ കണ്ട് വയന്ന് കിട്ടുന്നു വേണം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതിയെ. സവാള ഇതുപോലെ ഒന്ന് വയന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫിന്റെ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ബീഫിന്റെ മാഗി ക്യൂബ് ഇല്ലാണ്ടെങ്കിൽ ചിക്കന്റെ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം അറേബ്യൻ മന്തി മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പൊടികൾ ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാതെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ബീഫ് ഇതിലേക്കും ചേർത്ത് കൊടുത്തു. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ. നമ്മൾ മസാല ബീഫിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ ബീഫ് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് സമയം ബീഫ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിന്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് സമയം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഞാൻ കുക്കറിന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 6 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബീഫ് കൂടുതലായിട്ട് വെന്ത് പോകാനും പാടില്ല, തീരെ വേവാതെ നിൽക്കാനും പാടില്ല. 1/4 ഭാഗം വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിട്ട് ബീഫ്. അപ്പൊ നമുക്ക് ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു വലിയ പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിന്റെ മാഗി ക്യൂബ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിതാ മന്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ റൈസ് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ റൈസ് ഇട്ട് കൊടുത്താൽ അപ്പൊ തന്നെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് റൈസ് 1/4 ഭാഗം വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 1/4 ഭാഗം വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ. അപ്പൊ 10-15 മിനിറ്റോളം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ റൈസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 1/4 ഭാഗം വരെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പൊ ഞാൻ റൈസൊക്കെ അതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മളെ റൈസൊക്കെ ഒന്ന് ഊറ്റി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുക്കറും തുറന്ന് നോക്കണ്ട കേട്ടോ. അപ്പൊ നമ്മളെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1/4 ഭാഗം വരെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇതിന്നൊന്ന് ഊറ്റിയെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. അപ്പൊ ഞാനിത് നമ്മളെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ നിറാണ് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ടേ. കുറെ കണ്ട് ഹാർഡായി പോവരുത് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പൊ ഞാൻ എന്താ ഈ ഒരു രീതിക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി റൈസ് ദമ്മിടലാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ റൈസ് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണ്ടേ. അപ്പൊ ഇതാ റൈസ് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിന്റെ മസാല ഇല്ല അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒഴിച്ചു കൊടുത്ത ഭാഗത്തേക്ക് റൈസ് ഇതുപോലെ നീക്കിയിട്ട് കൊടുക്കണ്ടേ. പിന്നെ മറ്റേ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. റൈസ് ഇതുപോലെ നീക്കിയിട്ടിട്ട് അവിടെ ഇതുപോലെ നമ്മളെ ബീഫിന്റെ മസാല ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് അതിന്റെ മുകൾക്കായിട്ട് റൈസ് ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് റൈസ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ റൈസ് ഇതുപോലെ ഈ രീതിക്കൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതിലേക്ക് കുറച്ച് കളർ ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണ്ടേ. ഞാൻ ഇപ്പൊ ചുവപ്പ് കളറിലുള്ള ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കളർ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണ്ടേ. പിന്നെ ഈ ഫുഡ് കളർ ചേർക്കണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഫുഡ് കളർ ചേർക്കണത്. കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കളർ ചേർക്കണമെന്നും ഇല്ല കേട്ടോ. ഇതിന് പകരം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മുടെ വീഡിയോ കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ കളർ ചേർത്ത് കൊടുക്കണത്. അല്ലെങ്കിൽ ഞാൻ ചേർക്കൂല കേട്ടോ. കാണാനുള്ളൊരു ഭംഗിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ കളർ ചേർക്കണത്. അപ്പൊ ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അതും കൂടി ഇതുപോലെ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കണ്ടേ. നമ്മളെ റൈസ് അതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് അതിന്റെ മുകളിലായിട്ട് കുറച്ച് കനലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്മോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് കനൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതുപോലെ നന്നായിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണ്ട അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് സമയം വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ. ഒന്ന് ദമ്മിട്ട് എടുക്കണേ. അപ്പൊ ഞാൻ എന്തായാലും 30 മിനിറ്റ് സമയം വരെ ഒന്ന് ദമ്മിട്ട് എടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ റൈസ് കാണാൻ വേണ്ടിയിട്ട്. ആ 2 കളറൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ബീഫ് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ റൈസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ ചെയ്തെടുക്കണേ. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ബീഫ് ഇതൊന്ന് മാറ്റി വെക്കണ്ടേ. ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീഫ് എടുത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. റൈസൊക്കെ നമുക്ക് നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊടിഞ്ഞൊന്നും പോയിട്ടില്ലേ. ഒക്കെ വിട്ട് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മളല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടത്. അപ്പൊ ഞാൻ എല്ലാവരും ബീഫ് മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ ബീഫ് മന്തിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.